ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെർലി ജോയിഷ്. ഞാൻ വരുന്നത് പാലാരൂപത ഭരണങ്ങാനം ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ അപ്പച്ചൻ ജേക്കബ് മാത്യു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് എൻ്റെ കർത്താവിനോട് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 മെയ് 22 ഇന്ന് എൻ്റെ ഉടമ്പടിയുടെ 2ാം വാർഷികമാണ്. അതിനു മുമ്പ് 2023 ജനുവരി 1 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിന് കാരണം 2022 നവംബർ മുതൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റൊമക്ക് പ്രോബ്ലംസ് ആയിരുന്നു. എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തു, അതെല്ലാം നോർമലായിരുന്നു. കുറേ ടെസ്റ്റുകളൊക്കെ അവിടെ, ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്, നഴ്സാണ്. അവിടെ ഞാൻ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ 9 വർഷമായിട്ട്. അപ്പോൾ ഇങ്ങനെ വയറിന് കണ്ടിന്യൂസ് പ്രശ്നം വന്നുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ കൂടുതൽ ആരും ഇല്ല, എന്നാലും അവിടെ തന്നെ എൻഡോസ്കോപ്പി ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ എൻഡോസ്കോപ്പി നോർമൽ ആകാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 1 ആ ഉടമ്പടി എടുത്തു. അതിന് മുമ്പ് ആ മാസം 22 ഡിസംബറിൽ ഒരു ചേച്ചി നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മച്ചി എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ ഈ ഫോട്ടോ എനിക്ക് ആ ചേച്ചിയുടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോയൊക്കെ വെച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി തുടങ്ങി. അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു. രാവിലെ 5:30 പ്രാർത്ഥന അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് ജനുവരി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ആയപ്പം എൻ്റെ കുഞ്ഞ്, എൻ്റെ ഫാമിലി നാട്ടിലാണ്. എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന എൻ്റെ അമ്മ, ഭർത്താവിൻ്റെ അമ്മയാണ്. അമ്മ വീണു, അമ്മയുടെ ഹിപ്പ് ഫ്രാക്ചറായി. അപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഭർത്താവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് SGOT SGPT ഒക്കെ ഹൈ ആയിട്ട് വന്നു. ആ റിപ്പോർട്ട് ഇങ്ങനെ കൈ കിട്ടി കണ്ടപ്പം, ഞാനൊരു നേഴ്സാണ്, എനിക്ക് മനസ്സിലായി ഇത് അധികം പേടിക്കണ്ട, നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സുഖമാകും എന്നിങ്ങനെ മനസ്സിൽ ഒരു ചിന്തയുണ്ടെങ്കിലും പെട്ടെന്നൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ ഭയത്തെ തുടർന്ന് പിന്നെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ഉറങ്ങാം, പകലും രാത്രിയും 1 മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നെഞ്ച് തങ്ങി നിൽക്കുന്നു, അഥവാ വയറ്റിൽ ചെന്ന വയറുവേദന, അങ്ങനെ പലതരം പ്രശ്നം. സിവിയർ ആങ്സൈറ്റി, ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എനിക്ക് സിവിയർ ആങ്സൈറ്റിയാണ് എന്ന്. അപ്പം അവിടെ ഇങ്ങനെ കുറേ ദിവസം ഉറങ്ങാതായി കഴിഞ്ഞ് ഫുൾ ടൈം കിടപ്പ്, എനിക്ക് ക്ഷീണം, അത്രയ്ക്കും ഒരു ക്ഷീണം പറഞ്ഞറിയിക്കാൻ പറ്റും. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആങ്സൈറ്റിയെക്കുറിച്ചും ആങ്സൈറ്റിക് ഡിസോർഡറിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഇത്ര സിവിയറായ ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് ആ അവസ്ഥ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ അവിടെ കുറേ ദിവസം ഉറങ്ങാൻ പറ്റാതെ വന്നു. നിങ്ങൾക്കറിയാം, 1-2 ദിവസം നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടുകളാണെന്ന് നിങ്ങൾക്കറിയാം. കുറേ ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ എംപ്ലോയറും ഫാമിലിയും ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം ഞാൻ എപ്പോഴും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി, ഞാൻ ചിരിക്കാൻ മറന്നുപോയി, എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വളരെ സിവിയറായിട്ടൊരു കണ്ടീഷൻ. അപ്പോൾ അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ, അവിടെ അതൊരു സാധാരണ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ എനിക്കൊരു ഗുളിക തന്നു. ആ ഗുളിക കഴിച്ചപ്പോൾ ഞാനൊരു എപ്പോഴും ഉറങ്ങി ഒരു ഡ്രൗസി കണ്ടീഷനിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവിടെ ജോലി തുടരാൻ പറ്റത്തില്ല, ഇനി നാട്ടിലേക്ക് പോന്നേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിക്ക് മെസ്സേജ് വിട്ടു, ഞാൻ ഫിസിക്കലി മെൻ്റലി വീക്കാണ്, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ എക്സിറ്റ് അടിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞു, നീ എനിക്ക് വെള്ള പേപ്പറിൽ എഴുതി താ റിസൈൻ ലെറ്റർ, നിനക്ക് എക്സിറ്റ് അടിച്ച് പോകാൻ ഇത് പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓൾറെഡി മെസ്സേജ് വിട്ടു, വെള്ള പേപ്പർ എടുത്ത് എനിക്ക് എൻ്റെ കയ്യിൽ റിസൈൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ഞാനിങ്ങനെ എഴുതാനിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ആരോ തടഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെ. എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു നാട്ടിൽ പോകാൻ. കാരണം എനിക്കൊരു ഭവനമായില്ല, എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഭവനം. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തെങ്കിലും ഭവനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരിച്ച് നാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്ക് മനസ്സിലായി, ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. എന്നാലും ഞാൻ നാട്ടിൽ പോയി. പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, റിസൈൻ ലെറ്റർ എഴുതാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഓർക്കും ഹാലുസിനേഷനാണ്, ഇലൂഷനാണ് എന്നൊക്കെ ചിന്തിച്ചാലും എനിക്ക് ഉറപ്പുണ്ട് അത് എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചതാണ്. കാരണം എനിക്ക് റിസൈൻ ലെറ്റർ എഴുതാൻ പറ്റുന്നില്ല. ഫോർമാറ്റ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്, ഞാൻ പേപ്പർ എടുത്ത് വെച്ചിരിക്കുവാണ്, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇനി മുതൽ എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എൻ്റെ ജോലി പോവുകയാണ്, ഞാൻ നാട്ടിൽ പോവുകയാണ്, പക്ഷേ എൻ്റെ ഒരു ഭവനം എന്നൊരു സ്വപ്നം എനിക്ക് ബാക്കിയായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈശോ എന്നോട് പറഞ്ഞെന്നാണോ, ഈശോയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നാണോ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭവനം കിട്ടും എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ അന്നേരം ഓർത്തു, പിന്നെ നാട്ടിൽ പോകാൻ പോവാണ്, നാട്ടിൽ പോയാൽ കഞ്ഞി കുടിക്കുന്നതെങ്ങനെയാണെന്നത്തെ അപ്പോഴാണ് ഈ ഭവനം എന്ന ചിന്തയിൽ ഞാനത് പുച്ഛത്തോടെ മനസ്സിൽ വിചാരിച്ചു. സത്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുവാണ് അതിന്. അന്ന് അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫാമിലി എൻ്റെ എംപ്ലോയർ പറഞ്ഞു,
നീ അതുവരെ ലീവ് തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് നാട്ടിൽ പോയാൽ തിരിച്ചു വരികയല്ലെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, എന്നാൽ ലീവ് തരും, നീ ലീവ് തരാം, നീ നാട്ടിൽ പോയിട്ട്. പെട്ടെന്ന് തന്നെ എൻ്റെ ഏജൻസി റീ എൻട്രി ശരിയാക്കി തന്നു. പെട്ടെന്ന് ടിക്കറ്റായി. 2 ദിവസം കൊണ്ട് ഞാൻ നാട്ടിൽ വന്നു. അന്നേരം നാട്ടിൽ വരുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എയർപോർട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഗേറ്റ് വരെ ഞാൻ എങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് വരെ എങ്ങനെ നടക്കും? വീൽ ചെയർ എനിക്ക് അത്രയ്ക്ക് സിവിയറായിട്ട് ഞാൻ ടയേർഡാണ്. ഭക്ഷണവും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ ഞാൻ അത്ര ടയേർഡാണ്. അപ്പം എൻ്റെ എംപ്ലോയർ എന്നെ വേറൊരാളുടെ കൂടുതലാണ് കയറ്റി വിട്ടത്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ നാട്ടിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ അത്രയ്ക്കും ടയേർഡാണ്. എയർപോർട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ ഗേറ്റ് വരെ നടന്ന് ചെല്ലും? എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഗേറ്റ് വരെ ഫ്ലൈറ്റ് കിടക്കുന്നോടം വരെ ഞാൻ എങ്ങനെ ചെല്ലുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് അമ്മച്ചി പറഞ്ഞു, സഞ്ചാരി മാതാവ് അങ്ങോട്ട് വരും. ഞാൻ സഞ്ചാരി മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ സഞ്ചാരി മാതാവാണ്, അമ്മ നിൻ്റെ അടുത്തേക്ക് വരും, അമ്മ നിന്നെ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഫോട്ടോ എനിക്ക് വേറെ ഒന്നും എടുക്കാനില്ല. ഞാൻ എൻ്റെ ഒരു ബന്ധുവോടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ഒന്ന് ഗാർബേജിൽ ഇട്ടേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സമ്പൂർണ്ണ ബൈബിളും ഈ മാതാവും പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത്, ചെറിയ ബാഗ് മാത്രം എടുത്ത് ഞാൻ ഇറങ്ങി. ഈ സഞ്ചാരി മാതാവിനെ കയ്യിലെടുത്തപ്പോൾ എനിക്ക് സത്യം പറയും, ഞാൻ അതുവരെ എയർപോർട്ട് വരെ ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു. അത്ര ടയേർഡായിരുന്നു. എനിക്കൊരു പ്രത്യേക എനർജി എൻ്റെ ശരീരത്തേക്ക് വന്നു. ഞാൻ ട്രെയിൻ കയറി, 2 ട്രെയിൻ മാറി കയറി എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഞാൻ അത്രയും ദിവസം ഭക്ഷണം കഴിച്ച് വിശപ്പില്ലാതിരുന്ന് ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് ഒരു സാൻഡ്വിച്ച് കഴിച്ചു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബഹ്റൈൻ വരെ എത്തി. അപ്പോൾ അവിടെ വരെ എന്നെ കെയർ ചെയ്യാൻ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ബഹ്റൈൻ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിൽ വന്നൊരു ചേച്ചിയുടെ അമ്മ മരിച്ചു എന്ന് പെട്ടെന്ന് ന്യൂസ് വന്നു. ആ ചേച്ചി തളർന്നു വീണു. അതുവരെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെ പിന്നെ ഞാൻ നോക്കി, ഞാനും ആ ചേച്ചിനെ കൊച്ചിൻ എയർപോർട്ട് വരെ കെയർ ചെയ്ത് കൊണ്ടുവരാനുള്ള കൃപയെ എനിക്ക് മാതാവ് തന്നു. ഇവിടെ വന്നു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. എൻ്റെ ഉറക്കം ശരിയായി, ഭക്ഷണം ശരിയായി, വിശപ്പില്ലായ്മ എല്ലാം മാറി. എല്ലാ പ്രശ്നം എൻ്റെ എൻഡോസ്കോപ്പി വന്ന് അന്ന് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു. 2023 മാർച്ച് അവസാനം ഞാൻ ഇവിടെ വന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്ക് ഉടമ്പടി എടുക്കാൻ അന്ന് എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റുമോ എന്നുള്ള ഭയം കാരണം ഞാൻ എടുത്തില്ല. ഞാനിവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ 2024 മെയ്യിൽ ഞാൻ ഇവിടെ വരാം, നന്ദി പറയാൻ വരാം എന്ന് പറഞ്ഞു. അതിന് 2023 ഒക്ടോബർ ആയപ്പോൾ ഇസ്രായേൽ യുദ്ധം തുടങ്ങി. അപ്പോൾ യുദ്ധമൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഭയവും ഇല്ല. ഞാൻ ഒക്ടോബർ 7 ഞങ്ങൾ ജെറുസലേമിലായിരുന്നു. മിസൈലൊക്കെ ഇങ്ങനെ മുകളിൽ കൂടി ചീർപ്പാഞ്ഞ് കിടക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു ഭയം തോന്നിയില്ല. അപ്പോൾ ഞാനെല്ലാം മാറി മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞ്, ഈശോയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ ആ മെയിൽ നാട്ടിൽ വരാം എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ച് എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഭവനം റിനോവേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ചേറെ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് തുക കൂടുതലായിപ്പോയി. അപ്പോൾ നാട്ടിൽ വരിക എന്നുള്ള ചിന്ത ഞാൻ വിട്ടു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാർച്ച് ആയപ്പോഴത്തേക്കും എനിക്ക് ഓൾറെഡി എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ 2 സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സൈഡിൽ തന്നെ ഒരു തടിപ്പും കണ്ടു. അപ്പോൾ എനിക്ക് ഭയമായി. അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മാമോഗ്രാമിന് എഴുത്താന്ന് അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചിന് യൂറിനറി ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ പല ആൻറ്റിബയോട്ടിക്കുകൾ മാറി ഉപയോഗിച്ചിട്ടും കൊച്ചിന് യൂറിനറി ഇൻഫെക്ഷൻ മാറുന്നില്ല. ലാസ്റ്റ് അവൻ്റെ യൂറിനകത്ത് ആൽബുമിൻ പ്രസൻ്റ് എന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് കിഡ്നിയുടെ ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് സമാധാനം ഇല്ലാതായി. എനിക്ക് പിന്നെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എമർജൻസി ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ വന്നു. ഞാൻ മെയിൽ മാതാവിനോട് നാട്ടിൽ വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ പ്ലാൻ മാറ്റിയായിരുന്നു. പിന്നെ എൻ്റെ മാതാവ് മെയ് തന്നെ നാട്ടിലെത്തിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ സ്കാനിങ് വന്ന അന്ന് തന്നെ കുഞ്ഞിനെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോകുന്ന വഴി കൊച്ചിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിച്ചു. കുഞ്ഞിൻ്റെ സ്കാനിങ് നോർമലാണ്, കൊച്ചിന് കിഡ്നിക്ക് ഒരു പ്രശ്നമില്ല. അതിനുശേഷം ഇന്ന് വരെ അവന് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല. 2 വർഷമായി. അതിനുശേഷം അവൻ്റെ ഇതെല്ലാം നോർമലായി പോകുന്നു. ഈശോയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അങ്ങനെ എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഹെൽത്ത് ചെക്കപ്പിന് ഞങ്ങൾ പാലായിലെ മാർസ്ലീവ ഹോസ്പിറ്റലിൽ പോയി USG ബ്രസ്റ്റ് ചെയ്തു. ആ തടിപ്പ് ഡോക്ടറിനോട് പറഞ്ഞു, ആ തടിപ്പൊന്നുമില്ല, അത് നോർമലാണ് എന്ന്, ഒരു ബസ്സിലാണെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ 2 വർഷമായിട്ടുണ്ടായിരുന്ന ലെഫ്റ്റ് ബ്രസ്റ്റിലെ 2 സിസ്റ്റും അവിടെ കാണാനില്ല എന്നും ആ സ്കാനിങ്ങിൽ വെളിപ്പെട്ടു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് എനിക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുഞ്ഞിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് നോർമലാക്കി തന്നു. ബ്രസ്റ്റിലെ സിസ്റ്റ് അപ്രത്യക്ഷമായി, തടിപ്പ് നോർമലാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ 5ാമത്തെ ഒരു നിയോഗമായിരുന്നു. എനിക്കൊരു കടമെടുത്ത് എനിക്ക് ഭവനം വാങ്ങിക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, മാതാവേ ഒരു 3.5 വർഷത്തിനുള്ളിൽ ഒരു ഭവനം തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 വർഷം എന്ന് ഞാൻ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ
ഭരണങ്ങാനം പള്ളിയുടെ അടുത്ത് തന്നെ എൻ്റെ ബജറ്റിൽ ഒരു ഭവനം തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈശോ എന്നെ അനുഗ്രഹിച്ചു. എന്നെ ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അങ്ങനെ അന്ന് ഉടമ്പടിക്ക് ഒരു സഹോദരനിലൂടെ നിനക്ക് ഭവനം കിട്ടും എന്ന് ഈശോയും മാതാവും എന്നോട് പറഞ്ഞത് 2023 പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. 2024 മെയ്യിൽ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വീട് റിനോവേറ്റ് ചെയ്യാനും 2024 ഒക്ടോബറിൽ സ്വന്തമായിട്ടൊരു ഭവനം നൽകിയും കർത്താവ് അവിശ്വാസിയായ എന്നെ, അതായത് ചഞ്ചല വിശ്വാസിയായ എന്നെ അനുഗ്രഹിച്ചു. 2025 മെയ്യിൽ എൻ്റെ അപ്പച്ചന് ഇതിന് മുന്നേ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. 2025 മെയ് 4-ാം തീയതി, മെയ് 3-ാം തീയതി മുതൽ അപ്പച്ചന് കഴുത്തിന് ഭയങ്കരമായിട്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അപ്പച്ചൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2025 മെയ് 4-ാം തീയതി അപ്പച്ചന് രാവിലെ ആയപ്പോഴത്തേക്കും അപ്പച്ചൻ ഒട്ടും വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അപ്പച്ചൻ ബോധം കെട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മാസീവ് അറ്റാക്കാണ്, 3ാമത്തെ അറ്റാക്കാണ്. അറ്റാക്ക് കഴിഞ്ഞിട്ട് 10 മണിക്കൂറായി. രക്തധമനികളൊക്കെ ചുരുങ്ങി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, ഭയങ്കര റിസ്ക്കാണ്. ഞാൻ ഡെയിലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടാനായിട്ട് ഫോൺ എടുത്തപ്പോൾ എൻ്റെ അനിയത്തിയുടെ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അപ്പച്ചന് ഭയങ്കര സീരിയസ് ആണ്, അപ്പച്ചന് ICU കയറ്റിയൊക്കെ വേണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക്ക് അപ്പച്ചനെ കയറ്റി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇറക്കി കഴിച്ചിട്ടും അപ്പച്ചൻ്റെ ഹാർട്ട് റേറ്റ് 25-30 താഴ്ന്നുപോയി. അപ്പച്ചനൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ്റെ ലങ്സ് ചുരുങ്ങുന്നുണ്ട്, അപ്പച്ചൻ്റെ ആമാശയത്തിന് ചുരുക്കമുണ്ട്, അപ്പച്ചൻ്റെ ഹീമോഗ്ലോബിൻ 8 ഉള്ളൂ, അപ്പച്ചൻ അണ്ടർ വെയ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടി വന്നു. അപ്പച്ചന് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പറ്റാതെ വന്നു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എംപ്ലോയറിൻ്റെ ഭാര്യ ഒരിക്കലും ആ സമയത്ത് അവർ എഴുന്നേറ്റ് വരാറില്ല, 6 മണി ആ സമയത്ത്. അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ കരയുന്നുണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ചന് ഇങ്ങനെ പറ്റി. അവർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിൻ്റെ അപ്പച്ചനൊന്നും വരത്തില്ല, ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നിട്ട് നിൻ്റെ അപ്പച്ചനോട് പറഞ്ഞു നിൻ്റെ അപ്പച്ചൻ ഒരു കുഴപ്പവും കൂടാതെ ഡിസ്ചാർജ് ആവും, ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരും, ആരോഗ്യത്തോടെ പുറത്ത് വരും എന്ന് പറഞ്ഞു. എനിക്കതൊരു ആശ്വാസമായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് അത് മാതാവ് ആ അമ്മച്ചിയിലൂടെ എന്നോട് സംസാരിച്ചതാണ്, ഈശോ എന്നോട് സംസാരിച്ചതാണ്. അത് കഴിഞ്ഞ് പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്ത് ചെയ്യും മാതാവ്, എന്ത് ചെയ്യും? ഞാൻ അപ്പച്ചന് വേണ്ടിയിട്ട് എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റി പുരട്ടി, എൻ്റെ നെഞ്ചി പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ എന്ന ഇത് മനസ്സിലേക്ക് വന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. 1/2 മണിക്കൂറിന് ശേഷം എനിക്ക് കോൾ വന്നു, അപ്പച്ചൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലായി, ഇനി പേസ് മേക്കർ വേണ്ട കാര്യമില്ല. 3-4 ദിവസത്തിന് ശേഷം അപ്പച്ചൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഇപ്പോൾ 1 വർഷത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം 1 വർഷത്തെ ചെക്കപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. അപ്പച്ചന് ദൈവകൃപയാൽ ഒരു കുഴപ്പവുമില്ല, ഹൃദയത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു. കാരണം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞും ഹാർട്ട് റേറ്റ് 25-30 ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെഞ്ചിലും നെറ്റിയിലും പുരട്ടിയതിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷം എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു. അപ്പച്ചന് വൈറ്റൽസ് എല്ലാം ഹാർട്ട് റേറ്റ് എല്ലാം നോർമലായി എന്ന് പറഞ്ഞു. അപ്പച്ചന് BP വളരെ കുറവായിരുന്നു. അപ്പച്ചൻ ഡിസ്ചാർജ് ആവുന്ന സമയത്തും അപ്പച്ചൻ്റെ BP 76-80 അതേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്പച്ചൻ്റെ BP ഒക്കെ ദൈവകൃപയാൽ നോർമലാണ്. പിന്നെ എനിക്ക് അഡിനോമയോസിസ് എന്ന എൻ്റെ ബൾക്കി യൂട്രസ് ആയിരുന്നു. എനിക്ക് അഡിനോമയോസിസ് എന്ന അവസ്ഥയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാനും പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാനില്ല. പക്ഷേ പീരീഡ് സമയത്ത് നല്ല ബ്ലീഡിങ് ആയിരിക്കും. ഞാൻ എന്നും ഉടമ്പടി തൈലം അവിടെ പുരട്ടുകയും എന്നും രാവിലെ ആദ്യം ഞാൻ വെഞ്ചരിച്ച ഉപ്പിട്ട വെള്ളം വിശ്വാസപ്രമാണം ചൊല്ലി കുടിച്ചതിന് ശേഷമാണ് എൻ്റെ ദിവസം ആരംഭിക്കുക. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇസ്രായേലിൽ വെച്ച് നടന്ന ചെക്കപ്പിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് ബൾക്കി യൂട്രസ് ഒന്നുമില്ല, നിനക്കൊരു പ്രശ്നവുമില്ല, നിൻ്റെ യൂട്രസ് നോർമലാണ് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. പിന്നെ എനിക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നൊരു കണ്ടീഷൻ, എനിക്ക് ഫെറിറ്റിൻ 3.8 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കണ്ടപ്പോൾ ഡോക്ടർ ഭയങ്കര ഫെറിറ്റിൻ 3.8 എന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അയൺ തീരെ ഇല്ലാന്നൊരവസ്ഥയാണ്. അപ്പം ഡോക്ടർ വളരെ പാനിക്കായി ഡോക്ടർ എന്നോട് പറഞ്ഞു നീ അയൺ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അയൺ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടി, കാരണം നമ്മളോട് ഒറ്റയ്ക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ എൻ്റെ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, തളർന്നൊരു പേഷ്യൻ്റ്. ഞാൻ വീണാൽ അദ്ദേഹവും വീണു പോകും. എനിക്ക് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് വീണു പോകും. അങ്ങനെയൊക്കെ എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ ടാബ്ലറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നാലും ഡോക്ടർ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ഇത് സിവിയർ കണ്ടീഷനാണ്, ഇപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കുറിക്കാം, നീ അയൺ ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം. ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഞാൻ ടാബ്ലറ്റ് എഴുതിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ടാബ്ലറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും
ഒരു ചേച്ചി, ഞാൻ അതുവരെ 4 വർഷമായിട്ട് ആ ഏരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ ചേച്ചിനെ അതുവരെയും കണ്ടിട്ടില്ല. ആ ചേച്ചി വന്നിട്ട് ഞാനിങ്ങനെ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ നീ ഒന്നും പേടിക്കണ്ട, എനിക്കും ഇതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു, 3 മാസം ടാബ്ലറ്റ് എടുത്താൽ ഇത് നോർമൽ ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൺഫ്യൂഷൻ മാറി. മാതാവ് ആ ചേച്ചീനെ ആ സമയം അവിടെ അയച്ച് എൻ്റെ കൺഫ്യൂഷൻ മാറ്റിയതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ എന്നും ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ കഴിച്ച് ആ ടാബ്ലറ്റ് കഴിച്ച് 3 മാസത്തിനുള്ളിൽ എൻ്റെ ഫെർട്ടിൻ 20ആയി, എൻ്റെ അയൺ ഡെഫിഷ്യൻസി അനീമിയ മാറി, എല്ലാം നോർമലായി എന്ന് ഡോക്ടർ പറഞ്ഞു. കാരുണ്യപ്രവർത്തികൾ ഞാൻ എല്ലാ മാസവും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു ഫാമിലിക്ക് വാടക കൊടുക്കുന്നുണ്ട്. മാനസിക അസ്വസ്ഥയുമുള്ള ഒരു സ്ഥലത്തേക്ക് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗം ശാലോ മീഡിയ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് അതിനൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെന്ത് സഹായം ചോദിച്ചാലും ഞാനില്ല എന്ന് പറയാറില്ല, അവരെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം വിതരണം ചെയ്യാറുണ്ട് ഇവിടെ വരുന്ന സമയത്ത്. അല്ലാതെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനകൾ ഞാൻ ഷെയർ ചെയ്യും, സാക്ഷ്യം ഷെയർ ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതം എല്ലാ 2 ആഴ്ചയിലും, ഞങ്ങൾക്ക് അവിടെ 2 ആഴ്ചയിലൊന്നാണ് കുർബാന. ഞങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ഞാൻ വളരെ അടുത്ത് പ്രവർത്തിക്കുന്നു. 2 ആഴ്ചയും 2 ആഴ്ചയിലൊന്ന് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റി വയ്ക്കുകയും എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വ്യക്തിപരമായി പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനം 34:4 വചനമാണ്. ദൈവത്തെ പൂർണ്ണ സ്നേഹത്തോടെ തേടുന്നവരെ ദൈവം നിരസിക്കില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ദൈവം, ഉള്ളിലുള്ള ഭയങ്ങളെ നീക്കുന്ന ദൈവം, കൃപാസനം ഉടമ്പടിയിലൂടെ ദിവസേന നാം കർത്താവിനെ തേടുമ്പോൾ ഉടമ്പടി ഒരു വിളിയാണ്. വിശ്വാസ ജീവിതത്തിലൂടെ ഉടമ്പടി നിബന്ധനകളിലൂടെ അവൻ പറയുന്നത് ചെയ്യുമ്പോൾ, ആ വചനങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികളാണ് ഈശോ നമ്മെ തുറന്നു തരുന്നത്. ഉടമ്പടി നമ്മെ ഭയങ്ങളിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും എല്ലാവിധ ടെൻഷനും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിച്ച് കുടുംബ വിഷമങ്ങളാവാം, പ്രതിസന്ധികളാവാം, ഇവയിലെല്ലാം ദൈവത്തെ അന്വേഷിച്ച് ഉടമ്പടിയിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസ്തയോടെ ഉടമ്പടി നിലകൊള്ളുമ്പോൾ നമുക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പാണ് ഉടമ്പടിയിൽ. അങ്ങനെയുള്ള ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഓരോ ദിവസവും പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കർത്താവിനെ തേടി അവിടുന്ന് ഉത്തരം അരുളുന്ന ഓരോ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. മെർലിൻ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തറിഞ്ഞ ദിവസങ്ങളുടെ ഒരു വലിയ സാക്ഷ്യമാണ്. ആദ്യമൊക്കെ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പിന്നീട് യൂട്യൂബ് മീഡിയയിലൂടെയും പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തുമാണ് ഈ മകള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. വളരെ സിവിയറായിട്ടുള്ള ആങ്സൈറ്റി പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിൽ ഉറക്കമില്ലായ്മ, ഭയങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ എല്ലാം കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത നിമിഷങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം. കാരണം ഹസ്ബൻഡിൻ്റെ ഒരു രോഗാവസ്ഥയിൽ അറിഞ്ഞപ്പം മുതൽ ആകപ്പാടെ ഒരു ഭീതിയുള്ള ദിവസങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ ജോലിയിൽ നിന്ന് വരെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാകാത്ത സമയമായപ്പോഴാണ് റിസൈൻ ചെയ്യാമെന്ന് തോന്നിയത്. അങ്ങനെ റെസിഗ്നേഷന് ലെറ്റർ എഴുതാനായിട്ട് പേപ്പർ എടുത്തപ്പോൾ എഴുതാൻ പറ്റിയില്ല. റെസിഗ്നേഷന് ലെറ്റർ എഴുതാനായിട്ട് പ്രൊസീഡിങ് ഒന്നും ആരോ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. അങ്ങനെ ആ ലെറ്റർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ഈശോയും അമ്മയും കൂടെയുള്ള ദിവസങ്ങളാണ്. അങ്ങനെ ആ റെസിഗ്നേഷൻ ലെറ്റർ എഴുതാതെ പിന്നീട് ഈ മകൾ തന്നെ ആ ജോലിയിൽ നിന്ന് 1.5 മാസത്തേക്കുള്ള ലീവ് അനുവദിച്ച് കിട്ടുകയാണ്. അങ്ങനെയാണ് എയർപോർട്ടിൽ എങ്ങനെയോ എത്തിപ്പെട്ടു. ക്ഷീണിച്ച് അവശയായി ഭക്ഷണം കഴിക്കാതെ വളരെ ടയേർഡായിട്ട്, കാരണം സിവിയർ ആങ്സൈറ്റിയിൽ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. എങ്ങനെയോ എയർപോർട്ടിലെത്തി. അവിടെ വന്നതിന് ശേഷം കൂടെ പോന്നപ്പോഴത്തേന് എന്തായാലും പോകില്ല, തിരിച്ചു വരില്ല എന്നോർത്ത് സ്വന്തം അമ്മ കൊടുത്തുവിട്ട മാതാവിൻ്റെ ഫോട്ടോയുമായിട്ടാണ് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു ബൈബിളും കയ്യിൽ വെച്ച് എയർപോർട്ടിലെത്തി. പക്ഷേങ്കിൽ അവിടെ എത്തിയപ്പോൾ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ് മെർലിന് അനുഭവിക്കാൻ സാധിച്ചത്. ആ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഒരു വലിയൊരു ധൈര്യവും ഒരു ശക്തിയും ലഭിക്കുകയും പിന്നീട് എയർപോർട്ടിൽ വന്നപ്പോൾ മറ്റൊരു സഹോദരിയുടെ വീട്ടിൽ
ഒരു വേർപാടിൻ്റെ വേദനയിൽ വീട്ടിലേക്ക് പോകുന്ന ആ മകളുടെ സങ്കടം കണ്ടപ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം മറന്നു ആ സഹോദരിയെ സഹായിക്കാനായിട്ട് ഈശോയും മമ്മി ഒരു കരുത്ത് നൽകിയാണ്. അങ്ങനെയാണ് നാട്ടിലേക്ക് എത്തുകയും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് എല്ലാ കാര്യവും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്കാണ്. അമ്മയുടെയും സാന്നിധ്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പല വ്യക്തികളിൽ കൂടെയും പല സാഹചര്യം കൂടെയും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം വളരെ ക്ലിയറായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു ഭവനം എന്ന ഒരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷയെല്ലാം പോയി. ഇനി അത് നടക്കില്ല എന്ന വിചാരത്തോടെ വന്നപ്പോൾ 3.5 വർഷത്തിനുള്ളിൽ ഒരു ഭവനം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പോയത്. പക്ഷെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഒരു ഭവനം ലഭിക്കാനുള്ള എഗ്രിമെൻറ്റ് ആഗ്രഹപ്രകാരം തന്നെ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ ഭവനം നിർമ്മിക്കാൻ സാധിച്ചു. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷനും മെർലിന് തന്നെ ബ്രസ്റ്റിൽ ഒരു തടിപ്പുമുണ്ടായിരുന്നു. അതും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൻ്റെ അസുഖം മാറുകയും ഈ മകളുടെ ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പ് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയും പിന്നെ അഡിനോമൈനോസിസിൻ്റെ അസുഖവും അത് തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താൽ തന്നെയാണ് ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും അയൺ ഡെഫിഷ്യൻസിയുടെ രോഗം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതായപ്പോൾ അവിടെയും ഒരു ചേച്ചിയുടെ ഇടപെടലിലൂടെയാണ് ഒരു ടാബ്ലറ്റ് എടുക്കാൻ ഇൻസ്പിറേഷൻ കിട്ടുകയും അങ്ങനെ അതിൽ കൂടെ ഈ രോഗങ്ങളിലെല്ലാം സൗഖ്യം ലഭിക്കുകയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് അപ്പച്ചൻ്റെ രോഗസൗഖ്യം. 2 അറ്റാക്ക് വന്ന വ്യക്തിയാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞത്. അവിടെയും ഈ മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥന ഫലമായിട്ട് ലൈറ്റ് ക്യാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അച്ഛൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഓരോ കാര്യത്തിലും ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെടുമ്പോഴെല്ലാം ഓരോ വ്യക്തികൾ കൂടിയാണ് ഈ മകൾക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചേച്ചിയിലൂടെയും ഒരമ്മയുടെ സാന്നിധ്യവും അവിടെ ചെന്ന് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഒരു സഹോദരൻ്റെ സാന്നിധ്യവും പലപ്പോഴും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കർത്താവിനെ തേടുമ്പോഴൊക്കെ എനിക്ക് ഉത്തരം വരണമെന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പല വ്യക്തികൾ കൂടിയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോയുടെ അമ്മയുടെ വലിയ ഒരു ഇടപെടലാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആത്മീയമായിട്ട് കൂടുതൽ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കാനും എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെയും ആ ഇടപെടുന്ന ആ സാന്നിധ്യം മനസ്സിലാക്കാനുമാണ് മെർലിന് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലൂടെ നാം നയിക്കുമ്പോൾ ആങ്സൈറ്റി എന്ന അസുഖം നമ്മൾ കേൾക്കുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഭയത്തിൽ നിന്നെല്ലാം വിടുതൽ നൽകി ഈശോയും അമ്മയും ഉടമ്പടിയിലൂടെ ഈ മകളെ കാത്ത് സംരക്ഷിച്ച് പരിപാലിച്ചതിന് നന്ദി പറയാനായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെയും എല്ലാ ഭയങ്ങളും ആങ്സൈറ്റികളും വറീസും ടെൻഷൻസും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം വരളി സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു എന്ന് നമുക്കും പറയുവാൻ സാധിക്കട്ടെ. സങ്കീർത്തനം 34 സങ്കീർത്തൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഭയങ്ങളും ജോലിയില്ലായ്മയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മയാണ് എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിൽ നടന്നത് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മെർലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.